സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു ഗ്രാമപ്രദേശം ഏറെ വേദനയിലും ആകാംക്ഷയിലും പ്രതിസന്ധിയിലുമാണ് എന്ന് അറിയാം. സർക്കാരുകൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉചിതമായ നിലപാടുകൾ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മതേതരത്വവും സഹവർത്തിത്വവും ജനാധിപത്യവുമെല്ലാം കണ്ണിലെ അമൂല്യ പ്രത്യേകതയായി കാണുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് വഴി മാറ്റി വിടാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പള്ളികളിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഒരു ഭാവവും, ഇലക്ഷൻ കഴിയുമ്പോൾ മറ്റൊരു ഭാവവും, അടുത്ത ഇലക്ഷൻ വരെ വേറൊരു ഭാവവും, ഇലക്ഷൻ്റെ തലേ ദിവസം വരെ മറ്റൊരു ഭാവവും, അത് കഴിയുമ്പോൾ കണ്ടിട്ടില്ലാത്ത ഭാവവും നടിക്കുമ്പോൾ ഒരു ധ്രുവീകരണം ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് ഏവരും തിരിച്ചറിയണം. ഇവിടുത്തെ വിഷയം കൊടിയുടെ നിറമല്ല. ഇവിടുത്തെ വിഷയം ഈ ജനങ്ങളുടെ ഈ മണ്ണിന്മേലുള്ള അവകാശമാണ്. അതിൽ കുറഞ്ഞൊന്നും ഇവിടെ പരിഹാരമാവില്ല. ഈ മണ്ണ് ഈ മക്കളുടേതാണ്. ലോട്ടറി അടിച്ച് കിട്ടിയതല്ലല്ലോ അവർക്ക് ഈ സ്ഥലം. അവർ പണം കൊടുത്ത് വാങ്ങിച്ച് അവരുടെ കയ്യിൽ ആധാര രേഖയുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്ത് നിന്നാണ് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ എവിടെയാണ് സ്ഥലത്തിന് അങ്ങനെ ഒരു അവകാശം പറയാൻ കഴിയുക? ആയതിനാൽ ഇതിന്മേലുള്ള അവകാശവാദം ഉയർത്തിവെക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ മേൽ ചില കടിഞ്ഞാണുകൾ വരുന്നു എന്നത് എല്ലാവരും ഓർത്തിരിക്കുക. പ്രതിസന്ധി ഉണ്ടാകുന്നത് പരിഹരിക്കുവാൻ മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് നീതിയായും മനസാക്ഷിയുടെ വലിയ ബലത്തിലും മനുഷ്യന്റെ നന്മയിലും അത് പരിഹരിക്കുവാൻ നമുക്കിടയാകണം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് വന്നാൽ ഈ സ്ഥലവും ആൾക്കൂട്ടവും ഒക്കെ ഒരുപക്ഷെ മാറിയെന്നിരിക്കും. അതിശക്തമായ രീതിയിൽ ഈ നീതി നിഷേധത്തിനെതിരെ ഈ മക്കളോടൊപ്പം സമരം ചെയ്യുന്നതിനും ഉപവാസത്തിനിരിക്കുന്നതിനും സഭ കൂടെ ഉണ്ടാകും. നല്ല മനുഷ്യരെപ്പോഴും കൂടെ ഉണ്ടാകും. ജാതി മത വ്യത്യാസമില്ലാതെ നീതിയുടെ ഈ സമരത്തിൽ, യജ്ഞത്തിൽ കേരള കത്തോലിക്ക സഭ ഈ മക്കൾക്കൊപ്പം ഉണ്ട്. കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ വിഷയങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ സഭയുടെ വലിയ ഒരാകാംക്ഷയും വേദനയും നീതി ഉറപ്പാക്കേണ്ടുന്ന ഭരണകേന്ദ്രങ്ങളും നീതി ഉറപ്പാക്കണം എന്ന് ശഠിക്കേണ്ടുന്ന പാർട്ടികളും എന്തേ ഇപ്രകാരമുള്ള നീതിരഹിതമായ പ്രവർത്തനങ്ങളിൽ മാറുന്നു? നമുക്ക് ഈ വിഷയത്തിൽ വലിയ ദൈവവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാം. നമ്മളൊരു സമരമുഖത്ത് സംഘർഷത്തിൽ ആത്മവിശ്വാസമില്ലാതെയും ദൈവബോധമില്ലാതെയും നിൽക്കുന്നവരല്ലല്ലോ. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ യജ്ഞത്തിൽ മുൻപോട്ട് പോകാം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു സമ്മേളനം ഇലക്ഷന്റെ തൊട്ട് പിന്നാലെ വിളിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അതിൽ നിന്ന് നന്മയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ നാട്ടിൽ ആവശ്യമില്ല. ഞാനിന്നിവിടെ നിങ്ങളോടൊപ്പം വന്നത് നിങ്ങളുടെ ഈ ധാർമ്മിക സമരത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭ കൂടെ ഉണ്ട് എന്നത് നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുവാനും നിങ്ങളോടൊപ്പം നിൽക്കുവാനും വേണ്ടിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 35 ദിവസമായി റോമിലെ സിനഡിൽ സംബന്ധിക്കുകയായിരുന്നു. ഞാൻ 3 ദിവസമേ ആയുള്ളൂ തിരികെ എത്തിയിട്ട്. അതിനേറ്റവും അടുത്ത ദിവസം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു. റോമിലായിരിക്കുമ്പോൾ തന്നെ അഭിനന്ദനായ നമ്മുടെ കണ്ണൂർ രൂപതാധ്യക്ഷൻ അലക്സ് പിതാവുമായി നിരന്തരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഈ ധാർമ്മിക സമരത്തോടൊപ്പം കേരളത്തിലെ അഭിനന്ദരായ എല്ലാ പിതാക്കന്മാരും രൂപതകളുമെല്ലാം സജീവമാണ്.